എന്തെങ്കിലും അഭിപ്രായം? യൂദായുടെ പേര് പള്ളി വരാൻ എന്തുകൊണ്ടാണ്? പള്ളിയുടെ ആവശ്യമുണ്ടോ? ആ, ഓക്കെ. ഒരു പൈശാചികമായിരിക്കുന്ന ഒരു ഇതിലേക്കായിട്ട് പോയി എന്ന് പറയുന്നു. അപ്പോ പ്രിയമുള്ളവരെ, അതിനകത്ത് അന്നേരം ഞാൻ അതിനകത്ത് അടുത്തൊരു ചർച്ചയ്ക്കൂടെ ഒറ്റ കാര്യം, സമയം പോയി എന്നറിയാം, ഒറ്റൊരു കാര്യമാണ്. ഈ ഒറ്റിക്കൊടുക്കൽ ശരിക്കും പറഞ്ഞ് നടത്തിയതിനകത്ത് പത്രോസ് ഇതുപോലെ തന്നെ ഒറ്റിക്കൊടുക്കുക ആളുകൾ. അപ്പോ ഇതിന്റെ അകത്ത് ഉള്ള ആ ഒരു ചോദ്യത്തിനോ അല്ലാത്ത കാര്യങ്ങളോ ഒക്കെ സംബന്ധിച്ച് നമുക്കുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോ വേണമെങ്കിൽ അടുത്തൊരു ചോദ്യം തന്നെ ഈ കുട്ടികളെ നമ്മളോട് ചോദിക്കും, ഈ കർത്താവ് ശരിക്കും യൂദായെ കൂടെ കൂട്ടിയപ്പോ ഇവർ ഈ പരിപാടി ഒപ്പിക്കാൻ പോകുന്നവരാണെന്ന് ദൈവം ആയിരിക്കുന്ന സമയത്ത് പുള്ളി അറിയാമല്ലായിരുന്നു. പുള്ളിക്ക് എന്തിനാ ഈ പുള്ളിയെ കൂടെ കൊണ്ടാണ് തിരുവെഴുത്ത് നിറവേറണം. പ്രിയമുള്ളവർ, ഇതിന്റെ അകത്ത് നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഈ സുറിയാനി സഭയുടെ പല വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കുക ഒരു ഫ്രീ വിൽ, നമ്മളുടെ ഒരു ചിന്തയും കൂടി. ഇപ്പോൾ അത് കാത്തലിക് സഭയുമായിട്ട് കമ്പയർ ചെയ്ത് പറയാം. അവരെ സംബന്ധിച്ചിടത്തോളം വത്തിക്കാൻ കൗൺസിൽ അല്ലെ, അതിനകത്ത് വലിയ പുസ്തകം A to Z ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും ഇത് ഇന്ന രീതി ചെയ്യണം, അത് ഇന്ന രീതി ചെയ്യണം എന്ന് പറഞ്ഞ് എല്ലാത്തിനും എഴുതി വെച്ചിട്ടുണ്ട്. മതബോധന വിശ്വാസത്തിന്റെ തലത്തിലോ ബൈബിൾ പരമായിരിക്കുന്ന കാര്യങ്ങളോ അവരൊരു പരിധിവരെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകളിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞിരുന്നത് ഈ ബൈബിള് പൊതുവിലുള്ള അല്ലെങ്കിൽ കോമൺ ആയിരിക്കുന്ന ആൾ ഉപയോഗിക്കുകയല്ല. കാത്തലിക് സഭയുടെ ആദ്യകാല വിശ്വാസം അനുസരിച്ച് ബൈബിളിനെ വിവർത്തനം ചെയ്യാൻ അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള റൈറ്റ് ആർക്ക് മാത്രം ഉണ്ടായിരുന്നറിയോ? പുരോഹിതർക്കും ഇല്ലായിരുന്നു, മാർപ്പാപ്പയ്ക്ക് മാത്രമാണ്. മാർപ്പാപ്പ കാര്യങ്ങള് അദ്ദേഹത്തിന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഈ മതബോധനത്തിലൂടെ അദ്ദേഹം ഈ വത്തിക്കാൻ കൗൺസിൽ എന്നൊക്കെ പറഞ്ഞുള്ള ആ പുസ്തകങ്ങളിലൂടെയൊക്കെ എഴുതി കൊടുക്കും. അത് മാക്സിമം പുരോഹിതർക്ക് ഒരു വായിച്ച് അവർ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും. പക്ഷേ നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ഇപ്പൊ ചോദ്യങ്ങളെ ആ രീതിയിൽ അതിന്റെ അകത്ത് ഒരിക്കലും നമ്മൾ തടയേണ്ട. ആ ചോദ്യങ്ങൾ അതേപടി തന്നെ വരട്ടെ. അതിന്റെ അകത്ത് നമുക്ക് തിരിച്ചു പറയാനുള്ളതായ ഉത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു രണ്ടു കാര്യങ്ങൾ വെച്ചിരിക്കണം. തമ്പുരാനിത് അറിയാമായിരുന്നു. ഇത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്ന യൂദാസ്കറിയോത്ത എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്കുമാണ്. പത്രോസാകാനും യോഹന്നാനാകാനും യൂദായാകാനും ഈ സ്ത്രീയന്മാരിൽ ഒരുവരാകാനും ആരാകാനുമുള്ളതായ സാധ്യത എന്റെ ഉള്ളിൽ തന്നെയുണ്ട്. തമ്പുരാൻ ആ ഒരു ഫ്രീ വിൽ അങ്ങനെ തന്നെ വെച്ചിരിക്കുക. അപ്പോ ഈ ചോദ്യത്തോട് ചേർന്ന് തന്നെ ചോദിക്കുന്നറിയാം, എന്നാ പിന്നെ ഏതെന്റെ പ്രദേശത്തിൽ കൊണ്ട് ആ ജീവവൃക്ഷത്തിന്റെ ഫലവും അല്ലെങ്കിൽ നന്മ തിന്നുന്ന വൃക്ഷവും ഇത് ഈ ആദം അല്ലെങ്കിൽ അവ പറഞ്ഞ് എന്നൊന്നും പാമ്പ അവിടെ തെറ്റിക്കും എന്നുള്ള കാര്യം ഈ പുള്ളിക്കറിയാൻ പുള്ളിക്കുന്ന അവിടെ ഇതിങ്ങനെ അല്ലെങ്കിൽ വേലി കെട്ടി അവർ പറിക്കാൻ മേലാത്ത രീതിയിൽ ചെയ്യാൻ മേലും. പ്രിയമുള്ളവരെ, ഇത്രയുള്ള കൃത്യമായി ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അതിൽ ദൈവത്തിന്റെ സ്വന്തം ഛായ, സ്വന്തം സ്വരൂപം. ഇതാണ് മനുഷ്യ സൃഷ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിൽ നിന്ന് മനുഷ്യന് കിട്ടുന്നത് അവന് തിരഞ്ഞെടുക്കാനുള്ളതായ ഒരു ചാൻസ് ഉണ്ട്. എപ്പോഴും ആ ചാൻസിനെ കൃത്യമായി ഉപയോഗിക്കുന്നതായ രീതിയിലേക്ക് വരുമ്പോൾ അത് നമ്മൾ ബൈബിളിലൊക്കെ പറയുന്ന പോലെ ഈ വലതുഭാഗം ഇടതുഭാഗം എന്നുള്ള നിലയിൽ നമ്മൾ പോയി നിൽക്കുന്ന സ്ഥാനങ്ങളിലേക്ക്. അപ്പോ യൂദാസ്കറിയോത്തായെ സംബന്ധിച്ച് സാധ്യതകളെല്ലാം ഉണ്ടായിരുന്നു. ഒരു തള്ളിപ്പറച്ചിലിന് ശേഷം പോലും തിരികെ വരാനുള്ള സാധ്യത യൂദാസ്കറിയോത്ത നഷ്ടപ്പെട്ടുപോയിട്ടുണ്ടായിരുന്നോ? ഇല്ല. പക്ഷേ അവനങ്ങനെ തന്നെയാണ് അവന്റെ കാര്യങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ പോലും അവൻ തിരിച്ചു വരുവാനുള്ള സാധ്യത ഇവിടെ കിടക്കുകയും, പക്ഷേ അത് ഉപയോഗിക്കാതെ വന്നതുകൊണ്ടാണ് എന്ത് പറ്റിപ്പോയത്? യൂദാസ്കറിയോത്ത അവിടുന്ന് ആ ഗണത്തിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ടു പോകും. ഒരു പശ്ചാത്താപത്തിന്റെ അവിടെയാണ് ഇന്ന് നമ്മുടെ സഭയിലേക്ക് നാം വരുമ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ ഈ വിശ്വാസത്തിലേക്ക് നാം വരുമ്പോൾ യൂദാസ്കറിയോത്താവിനെ പോലെ തന്നെ ദൈവത്തെ, വിശ്വാസത്തെ, ദൈവിക മർമ്മങ്ങളെ ഒക്കെ തള്ളി പറഞ്ഞുള്ള അവസ്ഥയിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു മടങ്ങി വരാനുള്ള അവസരമുണ്ട്. സഭ സത്യമുപസാരത്തിലൂടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് എനിക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമുണ്ട്. അത് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളതും ആ ഒരു സാഹചര്യത്തിലൂടെ. അതുകൊണ്ടല്ലേ ഞാൻ പറയട്ടെ, ഒരു കഴിഞ്ഞ തലമുറ വരെയും ആത്മഹത്യ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ തെമ്മാടിക്കുഴിയിൽ കൊണ്ടുപോയി അടക്കുന്ന ഒരു കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അതിനെ
അതിനെക്കുറിച്ചുള്ളതായ പഠനങ്ങളും സഭയുടെ ചിന്തകളും ചിന്താഗതികളും വ്യത്യാസമുണ്ടായപ്പോൾ ഒരു ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ അവന് ഒരു മനംതിരിവ്, ഒരു മാനസാന്തരം, ഒരു പശ്ചാത്തലം അവനുണ്ടായോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയാൻ മേല. അവന്റെ ആത്മാവിനെ കരുതി അനുതാപത്തിന്റെ ശുശ്രൂഷകൾ അത് നടത്തി അവനെ അടക്കാം എന്നുള്ളതായ ഒരു ചെറിയതായിരിക്കുന്ന ആ കാര്യങ്ങളിൽ പോലുള്ള വ്യത്യാസം പരിശുദ്ധ സഭ തന്നെയാണ്. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്ന ഇത്രയും മാത്രമേ ഉള്ളൂ. നമുക്ക് പഠിപ്പിക്കുന്ന രീതിയിലും എല്ലാ കാര്യങ്ങളിലും ചോദ്യങ്ങൾ ഒത്തിരിയായിട്ട് നമ്മുടെ നേരെ ഉണ്ടാകും. ചോദ്യങ്ങൾ ഉണ്ടാകട്ടെ, ചോദ്യങ്ങൾ ഉണ്ടാകണം. ആ ചോദ്യങ്ങളുടെ മുൻപിൽ നാം പതറിപ്പോകാതെ ആ ചോദ്യങ്ങളെ അന്നേരം തന്നെ നമുക്ക് മറുപടി പറയാൻ പറ്റുന്നതാണെങ്കിൽ, മോനെ അല്ലെങ്കിൽ മോളെ, ഇത് ഇന്ന രീതിയിലാണ് എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് അറിവ് വെച്ചിട്ട് ഇന്നതാണ് ഇതിനകത്തെ സംഭവം. നീ അതല്ല നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ മോളെ, നീ ചോദിച്ച ചോദ്യം അല്ലെങ്കിൽ അത് ഞാൻ അതിനെക്കുറിച്ച് അറിയാവുന്നവരോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു. ആ രീതിയിൽ നമ്മുടെ ഈഗോയെ അല്ല അവിടെ സ്പർശിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു തിരിച്ചറിവ് നമ്മളിലേക്ക് ഉണ്ടാകുവാനും ആ രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്ത് നല്ല അധ്യാപകർ എന്ന് പറയുമ്പോൾ മൊത്തം അറിവും പറഞ്ഞു കൊടുത്തവര് അവരാണോ നമ്മുടെ നല്ല അധ്യാപകരായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്? പഠിപ്പിച്ച ഓരോ അധ്യാപകരെയും, അത് സൺഡേ സ്കൂളിലാണെങ്കിലും സ്കൂളിലൊക്കെ ആണെങ്കിലും സെക്കുലറിലൊക്കെ നമ്മളെ പഠിപ്പിച്ച ആളുകളെ നമ്മൾ നോക്കുമ്പോൾ ഈ സിലബസിലുള്ള മുഴുവൻ കാര്യങ്ങളും ഈ പുസ്തകത്തിലുള്ള മുഴുവൻ സാധനങ്ങളും എന്റെ തലയിലേക്ക് എനിക്ക് കുത്തി നിറച്ചു തന്നതായ ആളല്ല എന്റെ നല്ല അധ്യാപകൻ. ഞാൻ പറയും, സെമിനാരിയിൽ എന്നെ സംബന്ധിച്ച് ഞാൻ സെമിനാരിയിൽ ചെല്ലുന്നതായ സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയതായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ ഒരു ദിവസത്തെ ഒരു ക്ലാസ് എടുക്കാൻ അപ്പുറം തിരുമേനി വന്നിട്ട് തിരുമേനി എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ പേപ്പറുകളെ ഒക്കെ ശ്രദ്ധിക്കുക. എല്ലാ പേപ്പറുകളിലും ഇങ്ങനെയാണ് നിങ്ങൾക്ക് എഴുതി വെച്ചിരിക്കുന്നത്: ഇൻട്രൊഡക്ഷൻ ടു തിയോളജി, ഇൻട്രൊഡക്ഷൻ ടു ക്രിസ്ത്യൻ തിയോളജി. എല്ലാത്തിന്റെയും ഇൻട്രൊഡക്ഷൻ ടു ന്യൂ ടെസ്റ്റ്മെന്റ്, എല്ലാത്തിനും ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാണ് എല്ലാ അവിടുത്തെ സബ്ജക്റ്റുകൾക്ക്. അത് സെമിനാരിയുടെ പേപ്പർ, സദാംപൂരിന്റെ പേപ്പർ ആണെങ്കിലും നമ്മുടെ ഇവിടുത്തെ പേപ്പറുകളാണ്, എല്ലാത്തിനും ആ രീതിയിലാണ്. പിന്നെ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ജമാസന്മാരെ, ഇതെല്ലാം ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, ഒരു ആമുഖം, ഇത് മാത്രമാണ്. ഇത് വലിയ കടല് പോലെ കിടക്കുന്നതിന്റെ ഒരു ആരംഭത്തിലല്ലേ പണ്ട് മോഹൻലാൽ സിനിമയ്ക്കകത്ത് പറഞ്ഞതുപോലെ സംഗീതം എന്ന് പറയുന്ന വലിയൊരു സാധനം. ഇതിന്റെ ഈ അറ്റത്ത് വന്നിരിക്കുന്ന ഒരു മണൽത്തരി പറക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ പോലെ പ്രിയമുള്ളവരെ, അത് വിശ്വാസത്തിന്റെ തലത്തിൽ പഠനത്തിന്റെ തലത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തിനെ മാത്രമേ ഉള്ളൂ. ഇതിൽ നമുക്ക് അറിയാനായിട്ട് ദൈവിക ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും പറ്റുന്ന രീതിയിൽ അത് പകർന്നു കൊടുക്കാനും, പലപ്പോഴും അറിയില്ല എന്ന് സമ്മതിക്കുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും അത് പറഞ്ഞു കൊടുക്കുവാനും പറ്റുന്ന നല്ല അധ്യാപകരായി നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നല്ല പ്രചോദനാത്മകമായ നിലയിൽ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു നല്ല അധ്യാപകരായി, അവർക്ക് പറ്റുന്ന ഒരു കൂട്ടുകാരായി കൂടെ നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഓരോ അധ്യാപകർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നൽകിയ അവസരത്തിനായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് സമയം അല്പം കടന്നുപോയി, സാധനം ക്ഷമിക്കണമേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ഉദ്യമത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നു.